ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ രാവിലെ ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. പിള്ളേരൊക്കെ സ്കൂളിലോട്ട് പോയതിന് ശേഷമുള്ളൊരു റൊട്ടീനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് എക്സാമൊക്കെ ഉള്ള ദിവസമായതുകൊണ്ട് ചിലവർക്ക് ഫുഡ് കൊണ്ടുപോകണ്ട, ചിലർക്ക് ഫുഡ് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഇന്ന് മോൾക്ക് ഫുഡ് കൊണ്ടുപോകണമായിരുന്നു, മോനും ഫുഡ് കൊണ്ടുപോകണമായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ ആൾക്ക് മാത്രം കൊണ്ടുപോകണ്ട. അപ്പോൾ എന്നാലും ഞാൻ ഇന്ന് ലഞ്ചൊന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചോറും കറിയൊന്നും വെക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ മോൾക്ക് 7:30 മണിയാകുമ്പോഴത്തേനും പോകണം. അപ്പോൾ ഞാൻ ഇന്ന് ലഞ്ച് വേണ്ടാന്ന് വിചാരിച്ചിട്ട് രാവിലെ ചെറിയ ചെറിയ ദോശയും അതുപോലെ തന്നെ ഉള്ളിച്ചമ്മന്തിയാണ് കേട്ടോ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം പിള്ളേരൊക്കെ പോയി കഴിഞ്ഞ് രാവിലത്തെ എൻ്റെ കുറച്ച് റൊട്ടീൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ള എൻ്റെ ജോലികളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ലഞ്ച് എങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകട്ടെ. അപ്പോൾ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ ചെയ്യണത് വാഷിംഗ് മെഷീനിൽ തുണി ഇടുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ജോലികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മുടെ വാഷിംഗ് മെഷീനിൽ അലക്കാനായിട്ട് തുണികളൊക്കെ ആവും. പിന്നെ അതിനുശേഷം ഞാൻ അരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തു കേട്ടോ ചോറിനുള്ളത്. പിന്നെ ഞാൻ ഉച്ചക്കത്തെ ലഞ്ചിനുള്ളത് കഷ്ണങ്ങളൊക്കെ നുറുക്കാനുള്ളതൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ്. തക്കാളിയും വഴുതനങ്ങയും വെണ്ടയ്ക്കൊക്കെയാണ് കേട്ടോ കഴുകണേ. അപ്പോൾ ഇന്ന് വെണ്ടയ്ക്ക ഉപ്പേരിയും അതുപോലെ തന്നെ വഴുതനങ്ങ നമ്മൾ തേങ്ങയൊന്നും ചേർക്കാതെ നമുക്കൊരു വത്തക്കുഴമ്പ് സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ള കാര്യമാണ്. തമിഴ്നാട് സ്റ്റൈലാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്നും കൂടി ഞാൻ ഈ റെസിപ്പി വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഒന്ന് ഞാൻ നോക്കി കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഞാൻ കഷ്ണങ്ങളൊക്കെ അരിയാനുള്ളതൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെണ്ടയ്ക്ക് ഉപ്പേരി വെക്കുമ്പോൾ എപ്പോഴും വെണ്ടയ്ക്ക് കഴുകി ഡ്രൈ ആയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അരിയാൻ പാടുള്ളൂ. വെള്ളത്തോടെ നമ്മൾ അരിയുമ്പോഴാണ് അതിൻ്റെ വഴുവഴപ്പ് ഉപ്പേരി ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാണ്ട് വെണ്ടയ്ക്കൊക്കെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് ഉപ്പേരി വെക്കുകയാണെങ്കിൽ നമുക്ക് വെണ്ടയ്ക്ക നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ വെണ്ടയ്ക്കൊക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് അരിഞ്ഞ് കൊടുത്തിട്ട് വെണ്ടയ്ക്കൊക്കെ ഒന്ന് മുറിച്ചെടുക്കും. വട്ടത്തിലാണ് കേട്ടോ മുറിച്ചെടുക്കണം. അതിന് ശേഷം നമ്മളിത് എങ്ങനെ വെക്കുകയെന്ന് വെച്ചാൽ കുറച്ച് സവാള നന്നായിട്ട് ഒരു വലിയ സവാള നന്നായിട്ട് അരിഞ്ഞ് അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വെറുതെ ഒന്ന് ലൈറ്റായിട്ട് വഴറ്റിയതിന് ശേഷം ഈ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ ഒരു വഴവഴപ്പൊക്കെ പോയതിന് ശേഷം അടച്ച് വെക്കാതെ തന്നെയാണ് കേട്ടോ വെണ്ടയ്ക്ക വെക്കേണ്ടത്. നമ്മൾ വെണ്ടയ്ക്ക ഉപ്പേരി വെക്കുമ്പോൾ എപ്പോഴും അടച്ച് വെക്കാൻ പാടില്ല. അടച്ച് വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ നീരാവി തന്നെ അതിലോട്ട് വീണിട്ട് നമുക്ക് വെണ്ടയ്ക്ക ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അടച്ച് വെക്കാതെ വെണ്ടയ്ക്ക നല്ല ടേസ്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കണത് കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഞാൻ കറിക്കുള്ള വഴുതനങ്ങയും ഒക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ കറി എങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയൊന്നും ചേർക്കാതെ നമ്മൾ തമിഴ്നാട് സ്റ്റൈലിൽ വത്തക്കുഴമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. നമ്മൾ ചുണ്ടയ്ക്ക അതുപോലെ തന്നെ വഴുതനങ്ങ വെണ്ടയ്ക്ക മുള്ളങ്കി അതുപോലെ തന്നെ ചന്നിയും വഴുതനങ്ങയും കൂടി അല്ലെങ്കിൽ നമ്മൾ വെറുതെ വെളുത്തുള്ളി നിറയെ ഇട്ടിട്ട് വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് വത്തക്കുഴമ്പ് വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വത്തക്കുഴമ്പ് വെക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓയിലിലോ വെളിച്ചെണ്ണയിലോ ഒന്നല്ല വത്തക്കുഴമ്പ് ഉണ്ടാക്കാറ്, നല്ലെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുക. നമ്മൾ ഈ കറി നമ്മൾ വെച്ചിട്ട് തലേന്നല്ല ഇന്ന് തലേന്ന് വെച്ചിട്ട് നമ്മൾ പിറ്റേന്ന് കഴിക്കുമ്പോഴും അല്ല അതിൻ്റെ പിറ്റേ ദിവസം കഴിക്കുമ്പോഴും ഈ കറി കേട് കൂടാതെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിലും ടേസ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. എന്താ വെച്ചാൽ നമ്മളിതിനെ നന്നായിട്ട് വറ്റിച്ച് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ കളഞ്ഞിട്ടാണ് വത്തക്കുഴമ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ടാവും കേട്ടോ. നല്ല കുറച്ച് മധുരം എരിവും പുളിയും ഒക്കെ ഉള്ളൊരു കറിയാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കിച്ചണിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരുപാട് സമയം കുക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അത് എണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയം കൊണ്ട് തന്നെ ചിലപ്പോൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പുറത്ത് ചോറ് അല്ലെങ്കിൽ ഉപ്പേരിയൊക്കെ വെക്കണ സമയത്ത് ഞാൻ ഇപ്പുറത്ത് അരിഞ്ഞെടുക്കും കേട്ടോ. കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കും. അല്ലാതെ ഒരു സമയത്ത് ഇരുന്ന് പിന്നെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്ത് പിന്നെ കുക്ക് ചെയ്യണ ഒരു സ്വഭാവം ഇല്ല. ഞാൻ അടുപ്പത്ത് സ്റ്റൗ ഓണായിരിക്കുമ്പോൾ തന്നെയാണ് കുക്ക് ചെയ്യണതും അരിയണതും ഒക്കെ ഒന്നിച്ചാണ് കേട്ടോ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ എൻ്റെ കുക്കിംഗ് പെട്ടെന്ന് കഴിയാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുക്കിംഗ് നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും, നമ്മുടെ പെട്ടെന്ന് ജോലികളൊക്കെ കഴിയുകയും ചെയ്യും. അപ്പോൾ എനിക്ക് കുക്ക് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ കുക്ക് ചെയ്യണത് എല്ലാവരും കഴിക്കുമാണ് കേട്ടോ. അങ്ങനെ ബാക്കി വെക്കുക അല്ലെങ്കിൽ വേസ്റ്റ് ചെയ്യണത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം ഫുള്ളായിട്ട് എല്ലാവരും കഴിക്കണതാണ് എനിക്കിഷ്ടം കേട്ടോ. എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഫുള്ളായിട്ട് ഭക്ഷണം കഴിയണത് എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെയുള്ള അമ്മമാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കിയുള്ളവരൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷമായിരിക്കും കേട്ടോ. അത് നന്നായിട്ടുള്ളത് കൊണ്ടാണല്ലോ അവർ കഴിക്കണേ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്.
എൻ്റെ പിള്ളേർക്കാണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അവർക്ക് നന്നായിട്ടുണ്ട് എന്ന് ചിലപ്പോഴേ പൊക്കി പറയുള്ളൂ, പക്ഷേ അറിയാം നന്നായിട്ടുണ്ട് എന്ന്. പക്ഷേ അതങ്ങനെ പൊക്കി പറയണ സ്വഭാവമൊന്നും ഉള്ളവരല്ല കേട്ടോ. ചില ദിവസങ്ങളിൽ പറയട്ടോ അമ്മ അന്ന് സൂപ്പറായിരുന്നു എന്ന് പറയും. അല്ലാത്ത ദിവസം ഞാൻ ചോദിക്കും കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കും, അത് വേറെ കാര്യം. ഞാൻ നന്നായിട്ടുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പം അങ്ങനെ ചോദിക്കില്ലേ ചിലവരെ അമ്മമാരൊക്കെ, നന്നായിട്ടുണ്ടോ, നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് നന്നായിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ നമുക്ക് അറിഞ്ഞാലും വേറെ ഒരാൾ പറയണത് നല്ല രസമായിരിക്കില്ല, അങ്ങനെ നന്നായിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മളിങ്ങനെ ഫുഡ് നന്നാക്കി ഉണ്ടാക്കിയാൽ അതൊരു പ്രശ്നമുണ്ട് കേട്ടോ. നമ്മൾ വിരുന്ന് പോയാലോ അല്ലെങ്കിൽ വീട്ടിൽ പോയാൽ, എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയാലോ അല്ലെങ്കിൽ അമ്മമ്മയുടെ വീട്ടിൽ പോയാലൊക്കെ എനിക്ക് റെസ്റ്റ് ഇല്ല കേട്ടോ. എന്തെങ്കിലും ആണെങ്കിൽ നീ ഉണ്ടാക്കിക്കോ എന്ന് അമ്മയും പറയും, അതുപോലെ തന്നെ അമ്മമ്മയുടെ വീട്ടിൽ പോയാൽ അവിടെയും പറയും കേട്ടോ. അതുകൊണ്ട് ഞാൻ അപ്പോഴും എനിക്ക് തന്നെ പണി. പക്ഷേ എനിക്ക് ആരെങ്കിലും ഒരാൾ ഉണ്ടാക്കി തന്നിട്ട് കഴിക്കാൻ, അത് രുചി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മുടെ ഉപ്പേരിയൊക്കെ ഞാൻ വഴറ്റാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. വെണ്ടയ്ക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ, ഇല്ലെങ്കിൽ രാവിലെ കുക്കിങ്ങൊക്കെ കഴിയും എന്നെങ്കിലാണ് കേട്ടോ ഇങ്ങനെ ഉച്ചയ്ക്ക് കുക്കിംഗ് ആവാറുള്ളൂ. അപ്പോൾ ഇന്ന് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് പാട്ടൊക്കെ ഫോണിൽ സെറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ യൂട്യൂബിൽ. അപ്പോൾ അത് പാട്ടും കേട്ടോണ്ടിട്ടാണ് കേട്ടോ ഇനി ബാക്കിയുള്ള പണികളൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ കറിക്കുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയുള്ളി നന്നായിട്ട് ഇടണം കേട്ടോ. ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടാലാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ്. അപ്പോൾ സവാള ഇട്ടിട്ട് ഉണ്ടാക്കുക, പക്ഷേ ചെറിയുള്ളി ഇടുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് കൂടുതൽ കിട്ടുക കേട്ടോ. അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ നമ്മൾ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വയറിന് നല്ല തണുപ്പായിരിക്കും കേട്ടോ. നല്ലെണ്ണയും ചെറിയുള്ളിയും ഒക്കെ നല്ല തണുപ്പാണല്ലോ. അതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കാനും എളുപ്പമാണ്. നമ്മൾ ഇത് ടേസ്റ്റിനനുസരിച്ച് തന്നെ ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റി നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് പുളി ഒഴിച്ച് തിളപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ കറി സെറ്റാണ്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ റെഡി ആയിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നത്. അപ്പോൾ ഈ ഇരുമ്പ് പാത്രത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ പാത്രത്തിൽ തന്നെ വെക്കുമ്പോൾ ആ ഇരുമ്പിൻ്റെ ഒരു ചൊയ ഫുഡിന് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്ക് മാത്രം തോന്നണതാണോ, എല്ലാവർക്കും അങ്ങനെയാണോ, അല്ലെങ്കിൽ നമ്മുടെ ഇനി അയൺ കടായി നമ്മളിത് ചെയ്തത് പോരാണ്ടാണോ എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഞാനിപ്പോൾ എപ്പോഴും ഇങ്ങനെ ഈ അയൺ കടായിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ കുറച്ച് നേരം അതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അയണിൻ്റെ ടേസ്റ്റ് വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ പാത്രത്തിൽ നിന്ന് മാറ്റി എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ അതൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് ആ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ശരി, അപ്പോൾ എനിക്ക് ക്യാമറയിൽ കാണാനും കുറച്ച് എളുപ്പമായിരിക്കുമല്ലോ. പക്ഷേ ഞാൻ എന്നാൽ ചട്ടിയിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിൽ വെക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് കേട്ടോ. ഇപ്പോൾ ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് നല്ലോണം കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക കേട്ടോ. നല്ലെണ്ണ ഒഴിക്കുമ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് കടുകും ഉലുവയും കുറച്ച് പെരുങ്കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞ് വെച്ചതും, അരിയേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ തൊലിച്ച് വെറുതെ വെച്ചാൽ ഒന്ന് വേണമെങ്കിൽ മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുക്കാം. ഞാൻ ഇപ്പോൾ അങ്ങനെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചിലവർ അരിഞ്ഞ് നന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടിടും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് വഴണ്ട് വെന്തൊക്കെ വരുമ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിക്കോളും. അപ്പോൾ അത് നന്നായിട്ട് ചെറിയുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരണ സമയത്ത് നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ പെരുങ്കായപ്പൊടി കുറച്ചുകൂടി ഇടണമെങ്കിൽ ഇടാം. മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാലും മതി കേട്ടോ. പിന്നെ ഇതൊക്കെ നന്നായിട്ട് മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ഇതിൻ്റെയൊക്കെ കുത്തൊന്ന് പോയതിന് ശേഷം നമ്മൾ വഴുതനങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ വഴുതനങ്ങ കൂടി ഇട്ടിട്ട് അതും കൂടി നന്നായിട്ട് വഴുതനങ്ങ ആ എണ്ണയിൽ തന്നെ ഒന്ന് നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി വഴറ്റുക. പിന്നെ അതിന് ശേഷം നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് പുളി ഒഴിച്ചിട്ട് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയും കൂടി പിഴിഞ്ഞൊഴിക്കുക കേട്ടോ. ആ പുളിയും വെള്ളവും കൂടി കുറച്ച് നമ്മൾ നന്നായിട്ട് ഒഴിച്ചതിന് ശേഷം ആ വെള്ളം മൊത്തം വറ്റിയിട്ട് നമുക്കതിങ്ങനെ കുറുകി കിട്ടും കേട്ടോ. ചാറ് ആ കുറുകി കിട്ടണതാണ് നമ്മൾ ഈ വറ്റിച്ചെടുക്കണേനാണ് നമ്മൾ വത്തക്കുഴമ്പ് എന്ന് പറയണത് കേട്ടോ. ഒക്കെയാണെന്നാണല്ലോ അവർ തമിഴിൽ പറയുക. അപ്പോൾ ഇതിനെങ്ങനെ വറ്റിച്ചെടുക്കണേനാണ് നമ്മൾ വത്തക്കുഴമ്പ് എന്ന് പറയണത്. അപ്പോൾ നന്നായിട്ട് വറ്റി വരുമ്പോൾ അതിൻ്റെ നല്ല ടേസ്റ്റ്, നമ്മൾ എന്താ വെച്ചാൽ ഈ നല്ലെണ്ണയിൽ ഒരു മധുരം ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ചെറിയുള്ളിക്ക് ഒരു മധുരം ഉണ്ടാവും, പിന്നെ നമ്മൾ എരിവ് ഇട്ട് കൊടുത്തിരിക്കണതും നന്നായിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 3-4 പേരുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കൊരു 2-2.5 സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 2-3 സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ നല്ല കറിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും. പിന്നെ പുളി അതുപോലെ തന്നെ ഒരു നല്ല വലിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയും കൂടി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പുളിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ട് നന്നായി വഴറ്റി വെള്ളവും പുളിയും കൂടി ഒഴിച്ചിട്ട് ഒരു 1/4 ഭാഗം ആ ചട്ടിയുടെ 1/4 ഭാഗം വെള്ളം വരുന്ന പോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വറ്റിയിട്ട് നമ്മളൊരു 2 ഗ്ലാസ് 2.5 ഗ്ലാസ് വെള്ളം ആവുന്ന ആ
പാകം ഉണ്ടാവുമല്ലോ, ഞാൻ കാണിച്ചു തരാം. ആ ഒരു തിക്നെസ്സിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ചട്ടിയിൽ തന്നെ ആകുമ്പോൾ ആ ഒരു ചൂടിൽ കുറച്ചുകൂടി ഒന്ന് തിക്നെസ് ആവും. അപ്പോൾ ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു 2 മിനിറ്റ് മുമ്പ് തന്നെ ഇറക്കി വെക്കുക കേട്ടോ. അപ്പോൾ അന്ന് ആ ചൂടിൽ തന്നെ ഒന്നുകൂടി അത് ഇരുന്ന് കുറുകിക്കോളൂ കേട്ടോ. പിന്നെ അത് തിളയ്ക്കാൻ വെച്ച സമയം കൊണ്ട് വെണ്ടയ്ക്ക ഉപ്പേരി കൂട്ടാത്ത ആൾക്കാരുണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പോൾ നല്ല സാധനങ്ങളൊന്നും കഴിക്കാത്ത ആൾക്കാരും ഉണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പോൾ വെണ്ടയ്ക്ക ഉപ്പേരി അവർ കഴിക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്കായിട്ട് ഉരുളക്കിഴങ്ങ് വറക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ണന് ഒട്ടും കഴിക്കില്ല, വലിയ കുട്ടികൾ ഒട്ടും വെണ്ടയ്ക്കപ്പേരി കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ രണ്ടാമത്തെ ആൾ പിന്നെയും കുറച്ച് വെണ്ടയ്ക്കപ്പേരിയൊക്കെ കഴിക്കും കേട്ടോ. പക്ഷേ മൂത്ത ആളും ചെറിയ ആളും ഒട്ടും തൊട്ട് നോക്കില്ല. അപ്പോൾ ഞാൻ അവർക്കായിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി വറക്കാമെന്ന് വിചാരിച്ചിട്ട് ആ കറിയൊക്കെ തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ 2 ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞിട്ട് അതിലോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് തിരുമ്മി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ വേറെ കോൺഫ്ലവറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ അല്ലാണ്ട് നമ്മൾ ചില്ലി ചിക്കൻ പൗഡർ ഒന്നും ഇട്ടിട്ടില്ല. വെറുതെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോഴേക്കും ഞാൻ അതൊന്ന് ഇതാക്കി വെച്ചിട്ട് അപ്പുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോപ്പിംഗ് ബോർഡും അതുപോലെ തന്നെ കുറച്ച് കയ്യിലും പാത്രങ്ങളൊക്കെ ഉണ്ട്. കുറച്ചേ ഉള്ളൂ, രാവിലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതാണ് കേട്ടോ. അടിച്ചുവാരലും പാത്രങ്ങളിലും എല്ലാം കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ എനിക്കുള്ള പണി ഒന്ന് തുടയ്ക്കണം കേട്ടോ. ഒന്ന് തുടയ്ക്കുകയും കൂടി വേണം. അപ്പോൾ കണ്ണം വരുമ്പോഴത്തേനും തുടയ്ക്കലും കൂടി കഴിഞ്ഞാൽ എൻ്റെ ഉച്ചക്കത്തെ പണികളൊക്കെ കഴിയും. അപ്പോൾ കറിയൊക്കെ ഒന്ന് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാം കേട്ടോ. നമ്മൾ ഈ കറി നല്ലെണ്ണയിൽ ഉണ്ടാക്കണത് കൊണ്ട് നല്ലെണ്ണയ്ക്ക് കശപ്പ് ഉണ്ടാവുമോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ. അപ്പോൾ നല്ലെണ്ണ നമ്മൾ വേറെയുള്ള ഫുഡിൽ നമ്മൾ അങ്ങനെ അത്ര യൂസ് ചെയ്യുന്നില്ല. പക്ഷേ തമിഴ്നാട്ടുകാർ അധികം കറികളും ഉണ്ടാക്കണത് ഈ നല്ലെണ്ണയിലാണ് കേട്ടോ. അവിടെ അത്രയും ചൂടായതുകൊണ്ടാണോ എന്തോന്ന് അറിയില്ല, പക്ഷെ അവരധികം ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് നല്ലെണ്ണയിലാണ്. പക്ഷേ ഈ നല്ലെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കിയതെന്ന് ഒരു ഇതും ഉണ്ടാവില്ല കേട്ടോ. ഈ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കറിയൊക്കെ ഒന്ന് നന്നായിട്ട് സെറ്റാവാൻ വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ അടുപ്പിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് അതവിടെ ഇരുന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഞാൻ കറിയും ഉപ്പേരിയൊക്കെ ഒന്ന് ചെറിയ പാത്രത്തിലോട്ട് മാറ്റി എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മാറ്റി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ബാക്കി കറി ചട്ടിയിൽ തന്നെ എടുത്ത് വെക്കും. നാളെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ കറിയൊക്കെ വെച്ചാൽ പിറ്റേന്നേക്ക് സ്കൂളിലോട്ട് കൊടുത്തു വിടാനോ അല്ലെങ്കിൽ പിറ്റേന്നൊക്കെ ഏട്ടനൊക്കെ ആയാലും കൂട്ടിക്കോളൂ കേട്ടോ. അവർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തേക്കാളും ടേസ്റ്റ് നാളത്തേക്കായിരിക്കും കേട്ടോ ഈ കറി. നമ്മൾ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ എങ്ങനെ ചട്ടിയിൽ പുളിയും ഇതൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ പിറ്റേന്നേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഈ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചന്ന അങ്ങനെ വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കടല ഉണ്ടാവുമല്ലോ, ചുണ്ടക്കടല, ആ കറുപ്പ് കടലയും അതുപോലെ തന്നെ വഴുതനങ്ങയും കൂടി ഇട്ടിട്ടും ഈ കറി വെക്കുക. അതുപോലെ തന്നെ മുള്ളങ്കി, വെണ്ടയ്ക്ക അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇങ്ങനത്തെ സ്റ്റൈലിൽ വെക്കാം കേട്ടോ കറി. അതുപോലെ തന്നെ ചുണ്ടയ്ക്ക വെക്കാം. പച്ച ചുണ്ടയ്ക്ക ഉണ്ടാവില്ല, ആ ചുണ്ടയ്ക്ക നമുക്ക് ഇതേപോലെ ചുണ്ടയ്ക്ക വത്തക്കുഴമ്പ് വെക്കാം കേട്ടോ. ഞാൻ ഒരു ദിവസം ചുണ്ടയ്ക്ക വത്തക്കുഴമ്പ് വെക്കണത് റെസിപ്പി കാണിക്കാവേ. ഈ കറി ഇപ്പം നമുക്ക് ലാഭം എന്താണെന്ന് വെച്ചാൽ തേങ്ങയൊക്കെ നല്ല വില കൂടുന്ന സമയത്ത് നമുക്ക് തേങ്ങ ഇല്ലാതുള്ള കറി ചിന്തിക്കാൻ പറ്റില്ലല്ലോ നമ്മൾക്ക് കേരളത്തിലുള്ളവർക്ക്. അപ്പം നമുക്ക് പണ്ട് നല്ല തേങ്ങ നല്ലോണം എല്ലാ വീട്ടിലും 2-3 തെങ്ങും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാ കറികളിലും തേങ്ങ ഒഴിച്ചിട്ട് നമ്മുടെ ജനറേഷൻ അങ്ങനെ ശീലിച്ചു പോയി. പക്ഷേ തേങ്ങ ഇല്ലാതെ ഇപ്പോഴത്തെ നമ്മുടെ ജനറേഷന് തേങ്ങയ്ക്ക് നല്ല വില കൂടിയതുകൊണ്ട് നമുക്കിങ്ങനെ തേങ്ങ ഇല്ലാത്ത തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ചെയ്തിട്ട്, പക്ഷേ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവണം, നമുക്ക് തേങ്ങയുടെ ചിലവ് കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് തേങ്ങ ഒഴിക്കാതെ തന്നെ ഈ കറി കണ്ടപ്പോൾ പറയുന്നുണ്ടോ, തേങ്ങ ഒഴിച്ചിട്ടില്ല, നല്ല തിക്നെസ്, നല്ല ടേസ്റ്റ്, നല്ല കളർഫുള്ളായിട്ട് നല്ല എരിവും ചൊടിയൊക്കെ ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെർവിങ് ബോളിലൊക്കെ എല്ലാതും മാറ്റി വെച്ച് കിച്ചണൊക്കെ നീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് തുടച്ചുകൂടി എടുക്കാമെന്ന് വെച്ചിട്ട് വേഗം തുടയ്ക്കുകയാണ്. അപ്പോൾ തുടയ്ക്കലും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പണികളൊക്കെ രാവിലത്തൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് വൈകിയതാണ്. അപ്പോൾ രാവിലെ കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിള്ളേർ പോയി കഴിഞ്ഞാൽ ഞാൻ അടിച്ചുവാരി പാത്രം കഴുകി തുടയ്ക്കലൊക്കെ അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ എൻ്റെ കഴിയും കേട്ടോ. അപ്പോൾ ഞാൻ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കണ്ണൻ എത്തിയിട്ടുണ്ട് കേട്ടോ. 12 കാലമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ എക്സാം കഴിഞ്ഞ് അവൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് മാത്രം ഉച്ചവരെ ഉള്ളൂ. വേറെ 2 ആൾക്കും ഇന്ന് 2 എക്സാം ഉള്ളതുകൊണ്ട് അവരൊക്കെ വൈകിട്ട് വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ വൈകിട്ട് വന്നാൽ അവർ ചോറുണ്ണും, അതുകൊണ്ട് ടിഫിൻ രാവിലെ കൊടുത്തു വിട്ടാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ രാവിലത്തെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ണൻ വന്ന് കണ്ണൻ്റെ സ്കൂളിൽ തന്നത്തെ കഥകളൊക്കെ പറയാൻ കേട്ടോ അവിടെ നിന്നിട്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഉള്ളിലോട്ട് കയറണത്. വരുമ്പോഴേ ഞാൻ ചിലപ്പോൾ അവിടെ നിന്നിട്ടില്ലെങ്കിൽ അവന് ദേഷ്യം വരും. ഒരു സ്നേഹമല്ല എന്നൊക്കെ പറയും കേട്ടോ ഞാൻ അവിടെ നിന്നിട്ടില്ലെങ്കിൽ. അപ്പം എന്തായാലും ഞാൻ തുടയ്ക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. മേലെ തുടയ്ക്കാൻ അവൻ വരുന്ന സമയമായി എന്ന് എനിക്കറിയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും, ഇന്നത്തെ എക്സാമിൻ്റെ കാര്യങ്ങളും, ഇന്ന് എന്താ എക്സാം, ഇന്ന് ഹിന്ദി പഠിച്ചിട്ട് മലയാളം എക്സാം ആയിരുന്നു അങ്ങനെയെന്നൊക്കെ പറയണം കേട്ടോ ഇന്ന്. അപ്പോൾ അവന് ഇന്ന് മലയാളമാണ് എക്സാം, ഹിന്ദിയാണ് അവൻ നിറയെ പഠിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയണത്. അപ്പോൾ അവന് 2 അറിയാം കേട്ടോ. മലയാളമൊക്കെ അവന് നേരത്തെ ഈ ഇടയ്ക്ക് എക്സാം കഴിഞ്ഞതുകൊണ്ട് മലയാളം എക്സാമിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം കേട്ടോ. അപ്പോൾ ബാഗൊക്കെ തന്നിട്ട് അവൻ്റെ കഥകളൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയുക. എന്നാലാണ് നമുക്ക് നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിലോ ഒക്കെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ.